സാർ നമസ്കാരം. നമസ്കാരം. ഇസ്രയേൽ ഇറാൻ പശ്ചിമേഷ്യയാണെങ്കിൽ അതിഭീകരമായിട്ട് കലാപകലുഷിതമാണ്, യുദ്ധഭീതി നിൽക്കുകയാണ്. അതിനിടയിൽ ഭീകരവാദികളുടെ കാര്യം കട്ടപ്പോവുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം സിറിയയില് റഷ്യ വന്ന് വ്യോമാക്രമണം നടത്തിയിട്ട് പോയി. അതാണ് ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ ഇപ്പോ വരുന്നതെന്ന് പറഞ്ഞാൽ, റഷ്യ വന്ന് സിറിയയിൽ വ്യോമാക്രമണം നടത്തിയിട്ട് പോയി. അതിനുശേഷം ഇപ്പൊ വരുന്ന ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ സാറേ, ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാനിലെ സിറ്റിയിൽ ഇസ്രായേൽ ബോംബ് ചെയ്തിട്ടുണ്ട്. ആ ബോംബ് ചെയ്തത് ഒരു ആണവ നിലയത്തിന്റെ അടുത്താണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഖത്തം അൽ നബിയ എന്ന് പറയുന്ന എയർ ഡിഫൻസ് ബേസ് ഇത് ഡിനൈ ചെയ്തിട്ടുണ്ട്. അല്ല, അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ ആണവ നിലയത്തിന്റെ അടുത്ത് ഇസ്രായേൽ ബോംബ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പല രാജ്യങ്ങളും അതങ്ങനെയാണ്, ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ആണവ നിലയത്തിനായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു താക്കീത് കൊടുത്തതായിരിക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പോരാത്തതിന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഈ ആണവ കേന്ദ്രങ്ങൾ എവിടെയാണ് ഇറാനിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് US പോലും അറിയാത്ത കാര്യമാണ് എന്നാണ് പല മാധ്യമങ്ങളിലും ഞാൻ വായിച്ചത്. കാരണം ഈ മല തുരന്ന് അതിനകത്തൊക്കെയാണ് ഇവര് ഈ ഇസ്രായേലിനെ പേടിച്ച് ആണവ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം നമ്മുടെ നെതന്യാഹു പറഞ്ഞല്ലോ, ഇറാന്റെ ഓരോ മുക്കും മൂലയും ഞങ്ങൾക്ക് സുപരിചിതമാണ് എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പോ ഈ ഇസ്രായേലിനെ പേടിച്ച് ഈ മല തുരന്ന് ആണവ കേന്ദ്രങ്ങളൊക്കെ അതിനകത്ത് വച്ചിട്ട് ഇറാൻ അണുവായുധം വികസിപ്പിച്ച് അവിടെ ഒരു പരീക്ഷണം നടത്തി കഴിഞ്ഞോ? കാരണം കഴിഞ്ഞ ദിവസം ഈ ഇറാനിലെ 4.4 റിക്ടർ സ്കെയിൽ അത്ര തീവ്രത രേഖപ്പെടുത്തുന്ന ഒരു ഭൂകമ്പം ഉണ്ടായി. ഇപ്പൊ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിൽ ഉണ്ടായത് ഭൂകമ്പമല്ല, വമ്പൻ രാജ്യങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള ആണവായുധ പരിശീലനമാണ് അവിടെ നടന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേൽ ആണവായുധം വികസിപ്പിച്ച് കഴിഞ്ഞു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇറാനെ കൊണ്ട് ഇസ്രായേൽ ആണവായുധം വികസിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്ന്. അതിനു മുമ്പേ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അറ്റാക്ക് ഇത്ര വൈകുന്നത്? അതൊരു റീസൺ ഉണ്ട്. ഇറാനെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിനൊരു കാരണം, ഒന്ന് അമേരിക്കയിലെ ഇലക്ഷന്റെ ബാധിക്കും. രണ്ട്, ഇത് അടിച്ചു കഴിഞ്ഞാൽ ട്രംപ് ജയിക്കും. ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അടിക്ക്, എന്നിട്ട് ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ട്രംപ് അതിനു വേണ്ട. പക്ഷെ അതേ സമയത്ത് ബൈഡൻ ആവട്ടെ കമല ഹാരിസ് ആവട്ടെ, അവർക്ക് രണ്ടുപേർക്കും അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വാർ ഇനിയും ഇതാവും, ഞങ്ങൾ ചിലപ്പോൾ ഇലക്ഷൻ തോറ്റു എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. ബിക്കോസ് നെതന്യാഹുവിനെ കണ്ടുപഠിക്കുമെന്ന് ഓൾറെഡി US പറഞ്ഞു തുടങ്ങി കുറേ പേര്. വൈസ് പ്രസിഡന്റ് വാൻസ് പറഞ്ഞു, വൈസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് വാൻസ് പറഞ്ഞു. അപ്പൊ അത് കണ്ടപ്പോഴാണ് ഇപ്പൊ അമേരിക്കയ്ക്ക് ഒരു പേടി. പിന്നെ അമേരിക്കയ്ക്ക് വേറെ പേടി കുറെ ഉണ്ട്. ഈ ഞാൻ ഇവർ അറ്റാക്ക് ചെയ്ത നാളെ ഇറാൻ കൊണ്ട് അമേരിക്കയുടെ മേലൊരു ബോംബ് ഇടുമെന്നൊരു പേടിയുണ്ട്. ഇതിനു മുമ്പ് 9/11 ചെയ്ത മാതിരി എന്തെങ്കിലും അങ്ങനത്തെ ഒരു അറ്റാക്ക് ഉണ്ടോയെന്ന് അമേരിക്കയ്ക്ക് ഒരു പേടിയുണ്ട്. പക്ഷെ അതല്ല അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ഇസ്രയേലിന്റെ കയ്യിൽ ഒരു ദേ ആർ ഫുൾ ഫ്ലെജ്ഡ്. ലെബനൻ അവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ കണ്ട ഒരു 6 മാസം മുമ്പ് ഗാസയായിരുന്നു. ഒരു 3 ആഴ്ച മുമ്പ് വരെ ഗാസ ഒരു കംപ്ലീറ്റ് അടിച്ച് തകർത്ത് തരിപ്പണാക്കി കംപ്ലീറ്റ് ആയിട്ട് അവർ ഫിനിഷ് ചെയ്തു. ഇനിയുണ്ട് കുറച്ച് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലുള്ള ഫുൾ ടൈം അറ്റൻഷൻ ഹെസ്ബുള്ളെ ഡെസ്ട്രോയ് ചെയ്യണം. ബിക്കോസ് ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ കയ്യിലുള്ള മിസൈൽസ് എന്തായാലും ഇറാൻ ഫയർ ചെയ്യും, അത് സംശയമില്ല. ഇപ്പൊ ഇറാന്റെ കയ്യിൽ 3-4 തരം മിസൈൽ. ഒന്ന് അവരുടെ കയ്യിലുള്ള ഡ്രോൺ അറ്റാക്ക്, അതൊരു 6 മണിക്കൂറൊക്കെ എടുക്കും ഇസ്രായേലിലെത്താൻ. പിന്നെ അവരുടെ അടുത്തുള്ളത് ഒരു തരം സെമി, ഈ പറഞ്ഞ മാതിരി നോട്ട് എക്സാക്ട്ലി ബാലിസ്റ്റിക്, അതിനെക്കാളും കുറച്ചുള്ള ഒരു മിസൈൽസ് ഉണ്ട്. അത് 2 മണിക്കൂറൊക്കെ എടുക്കും ഇസ്രായേലിലെത്താൻ. ഈ 2 ഇസ്രായേലിന് തട്ടിക്കളയാൻ പറ്റും. ഒന്നിലോ ഡേവിഡ് സ്ലിംഗ് അല്ലെങ്കിൽ പറഞ്ഞ മാതിരി അവരുടെ ബാക്കി അയൺ ഡോമോ ഉപയോഗിച്ച് അവർക്ക് തകർക്കാൻ പറ്റും. പക്ഷെ ബാക്കി ഇറാന്റെ കയ്യിലുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽസ് ആണ് ഈ 12 മിനിറ്റിൽ ഇസ്രായേലിലെത്തും. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് 188 ഫയർ ചെയ്തു. 12 മിനിറ്റിലാണ് അത് ഇസ്രായേലിലേക്ക് എത്തണം. അപ്പൊ ഈ അയൺ ഡോം ആയാലും ഈ ബാക്കിയുള്ള മിസൈൽസ് ആയാലും അത് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ, ആന്റി മിസൈൽ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് സമയം വേണം കാലിബ്രേറ്റ് ചെയ്യാൻ. അയൺ ഡോമിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള മിസൈൽസ് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഡേവിഡ് സ്ലിംഗ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും, സമയം വേണം. പക്ഷെ അതേ സമയത്ത് സപ്പോസ് ഹെസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് ഒരു ഫയറിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ട് മാറ്റേണ്ടി വരും. അതാണ് പ്രോബ്ലം. അപ്പോൾ ഈ 2 ഫ്രണ്ട് വാർ നമ്മൾ പറഞ്ഞ മാതിരി നമ്മുടെ അവിടെ 2 ഫ്രണ്ട് ആണ്, ചൈനയും പാകിസ്ഥാനും. പിന്നെ 2.5 എന്നാണ് ബിപിൻ റാവത്ത് പറഞ്ഞ മാതിരി നമ്മുടെ ഉള്ളിലുള്ള അർബൻ നെക്സൽസും ഈ പറഞ്ഞ മാതിരി കുറെ PFI-കാരൊക്കെ ഉണ്ട്, അവരും ഇത് നടത്തും. പക്ഷെ ഇറാന് പ്രോബ്ലം, ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇറാന്റെ ഈ ടൗൺ, ഇപ്പൊ ഇറാനിലുള്ള കുറെ ന്യൂക്ലിയർ സൈറ്റ്സ് ധനുഷ് പറഞ്ഞു എവിടെ സൈറ്റ്സ് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അറിയാം, അമേരിക്കയൊക്കെ അറിയാത്തൊന്നുമല്ല. പക്ഷെ അത് ചിലതൊക്കെ കുന്നിന്റെ അടിയിലാണ്.
അങ്ങനെയാണ് അത് അതെ അത് അതെ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പൊ ബോംബ് ചെയ്യണേ മൊത്തം കുന്ത് അടിച്ചു പൊളിക്കണം, അല്ലെങ്കിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല. അതാണ് പ്രോബ്ലം. ഈ കുന്നിന്റെ ഉള്ളിലൊക്കെ അടിച്ചിട്ട് പോകണം. അത് അമേരിക്കക്ക് അറിയാം, ബിക്കോസ് IAEA കയ്യിൽ ഡാറ്റ ഉണ്ട്, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ കയ്യിൽ ഈ ഡാറ്റ മൊത്തം ഉണ്ട്. അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇറാന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്. അപ്പോൾ അവരുടെ ഒരു ബൊനാബ് അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഒന്നാണ്. പിന്നെ ബുഷേർ 2 പാർഷ്യലി കംപ്ലീറ്റഡ് ന്യൂക്ലിയർ. പിന്നെ ഒന്നുള്ളത് ഫാസ എന്ന സ്ഥലത്താണ്, അവരുടെ റുഡാൻ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഒന്നുണ്ട്. പിന്നെ തെഹ്റാൻ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഷറീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, അവിടെ അവർ ന്യൂക്ലിയർ റിസർച്ച് ചെയ്യും. പിന്നെ ഉള്ളത് ആർഡേക്കാൻ ന്യൂക്ലിയർ യൂണിറ്റ് എന്നുണ്ട്, അതാണ് അവിടെയാണ് ഒരു തരം ഈ പറഞ്ഞ മാതിരി കൺവേർഷൻ ഫെസിലിറ്റി നടക്കുന്നത്. യുറേനിയനെ കൺവേർട്ട് ചെയ്യണം, റോ യുറേനിയം ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് ഐസോട്ടോപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ന്യൂക്ലിയർ യുറേനിയം ഓറിനെടുത്താൽ ന്യൂക്ലിയർ ഫ്യൂവലാക്കി മാറ്റണം. പിന്നെയുള്ളത് നാൻസ് എൻറിച്ച്മെന്റ് പ്ലാന്റ് എന്നൊരു പ്ലാന്റ് ഉണ്ട് അവരുടെ അടുത്ത്, അത് യുറേനിയം എത്തിയിടുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി അതിനെ കണ്ടാമിനേറ്റ് ചെയ്തു ആരോ വന്ന്, അതാണ് ഉണ്ടായത്. അത് ഇസ്രായേൽ ചെയ്തു എന്നാണ് പറയണത്. അപ്പൊ അതപ്പോൾ അവർ ഉപയോഗിക്കില്ല നാൻസ് എൻറിച്ച്മെന്റ് പ്ലാന്റ്. പിന്നെ ധനുഷ് പറഞ്ഞതാണ് ഇസ്ഫഹാൻ ന്യൂക്ലിയർ റിസർച്ച് ആൻഡ് പ്രൊഡക്ഷൻ സെന്റർ. അത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഇക്വലന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് ഉണ്ട് ഹൈദരാബാദിൽ. അത് ഹൈദരാബാദിൽ ലൊക്കേറ്റ് ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെന്റ് പണ്ട് തന്നെ 1970 തൊട്ട് തുടങ്ങിയ പ്രോഗ്രാം. അന്ന് നമ്മൾ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര തുടങ്ങിയപ്പോൾ ബോംബെയിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഹൈദരാബാദിലാണ് ന്യൂക്ലിയർ ഫെസിലിറ്റി മൊത്തം പ്രോസസ് ചെയ്യുക. അതിനെ ഫ്യൂവൽ റോഡ്സ് ആക്കിയിട്ട് കൽപ്പാക്കമാവട്ടെ, കൈഗയാവട്ടെ, ബാക്കി നമ്മുടെ എവിടത്തെ കേന്ദ്രങ്ങൾ താരാപൂർ ആവട്ടെ, ഇതൊക്കെ അയക്കണമെങ്കിൽ ഈ ന്യൂക്ലിയർ പ്ലാന്റ്സിക്ക് ഇതാണ് എവിടെ നിന്നാണ് ഹൈദരാബാദ് പോകുക. ഇൻഫാക്ട് ഐറണി എന്താന്ന് പറഞ്ഞാൽ ഇസ്ഫഹാനും ഹൈദരാബാദും കാണാൻ ഒറ്റ മാതിരിയാണ് ഏറുന്നത്. ഹൈദരാബാദ് പണിതത് പണ്ടത്തെ കുത്തുബ് ഷാഹി ഡൈനാസ്റ്റി പണിത് വന്നത്, അസഫ് ജാഹി ഡൈനാസ്റ്റി പിന്നെ ഡെവലപ്പ് ചെയ്തത് എക്സാക്ട്ലി ഇസ്ഫഹാന്റെ കാർബൺ കോപ്പിയാണ് ഹൈദരാബാദ്. ചാർമിനാർ സെന്റർ എടുത്തിട്ട് അവിടെ നിന്ന് ലൈൻ വരച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇസ്ഫഹാൻ അതേമാതിരി ഉണ്ടാവും കാണാൻ. അപ്പൊ ഇസ്ഫഹാനെ ബോംബ് ചെയ്യണമെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അടിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇമ്പാക്ട് ചെയ്യും. ഹൈദരാബാദിൽ ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നൊരു 8 കിലോമീറ്ററേ ഉള്ളൂ. പണ്ടത് സിറ്റിയുടെ പുറത്തായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന്റെ ചുറ്റും ആൾക്കാർ വന്ന് താമസിച്ചു തുടങ്ങി. പക്ഷെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അടുത്ത പ്ലാന്റിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല, ബിക്കോസ് റേഡിയേഷന്റെ പ്രോബ്ലം ഉള്ള. ഈ ന്യൂക്ലിയർ സൈറ്റിനെ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് വെച്ചാൽ അത് ന്യൂക്ലിയർ റേഡിയേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ ചെർണോബിലിൽ കണ്ടതാണ്. ഒരു മെൽറ്റ് ഡൗൺ വന്നിട്ട് ചെർണോബിലിന്റെ അടുത്ത് പോയിട്ട് ചെർണോബിലിന് ഒരു 100 കിലോമീറ്റർ ദൂരം മുതൽക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കണ്ടീഷൻ. പറയാൻ സുഖമാണ് ഇപ്പോൾ അഡീഡാന്ന്, പക്ഷെ അത് എന്റെ അടുത്തൊരു ചോദ്യം അതാണ്. ഇപ്പൊ നമ്മൾ ചെർണോബിൽ ദുരന്തമൊക്കെ നമ്മൾ കണ്ടതാണെന്ന് സാറ് പറഞ്ഞു, വളരെ ശരിയാണ്. പക്ഷെ ആ ദുരന്തമൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും എന്ത് ധൈര്യത്തിലാണ് ഈ അമേരിക്ക അടക്കമുള്ള ആൾക്കാർ പോയി ന്യൂക്ലിയർ അറ്റാക്ക് നടത്തൂ, ന്യൂക്ലിയർ ആണവ നിലയങ്ങൾ തകർക്കൂ എന്ന് പറയുന്നതും? ഇനി ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ആണവ നിലയങ്ങളാണോ ഡിഫ്യൂസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ ബോംബിട്ട് അത് സമ്പൂർണ്ണമായി നശിപ്പിക്കാനാണോ? സാറ് പറഞ്ഞതുപോലെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ തകർക്കണമെങ്കിൽ ഒരു കുന്ന് മുഴുവനായിട്ട് തകർക്കേണ്ടി വരും, അത് പ്രകൃതിക്കും ഇതാണ്. പിന്നെ ആ വികിരണം അവിടെ നിൽക്കില്ല. അപ്പം അത് പല രാജ്യങ്ങൾ കടന്ന് മുന്നോട്ട് പോയേക്കാമെന്നാണ് എനിക്ക് ഞാൻ വായിച്ച ഇതിൽ നിന്ന് റിപ്പോർട്ടുകളൊക്കെ മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ളൊരു ചോദ്യമല്ലേ ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ തകർക്കുന്ന ഈ വിഷയം? അത്ര ഈസി അല്ല ധനുഷ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത്ര ഈസി അല്ല ഇത് തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനേക്കാട്ടും നല്ലത് ഈസി ആയിട്ടുള്ളത് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇറാന്റെ ഓയിൽ ഫെസിലിറ്റീസിനെ അടിക്കാൻ പോവാണ്. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ റവന്യൂ സ്ട്രീം നിന്ന് പോകും, അവർക്ക് കാശ് അവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അവർക്കൊരു പുതിയ പ്രൊഡക്ഷൻ ഫെസിലിറ്റി പിന്നെ റിഫൈനറി തുടങ്ങണേ അവരെ കൊണ്ട് പറ്റില്ല, ബിക്കോസ് അവരത് കംപ്ലീറ്റ് എംബാർഗോ ആണ് അവരുടെ നേരെ, ഒരു ബാൻ വെച്ചൊക്കെയാണ് US. അപ്പം അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അവർക്ക് പുതിയത് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഒരു 10 കൊല്ലം എടുക്കും. അപ്പോൾ ഈ 10 കൊല്ലം അവർക്ക് ഒരു വരുമാനം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഈ ക്രൂഡ് ഓയിൽ വിറ്റിട്ട് മാത്രം കാര്യമില്ല. ക്രൂഡ് ഓയിൽ ചിലപ്പോൾ പ്രോസസ്സ് ചെയ്ത് അവനവന് ഉപയോഗിക്കാൻ വേണ്ടി ക്രൂഡ് ഓയിൽ പെട്രോളിനും ഡീസലാക്കി മാറ്റണ്ടേ, അതും ചെയ്യണം, അതും ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം റിഫൈനറി അടിച്ച് പ്രൊഡക്ഷൻ ഫെസിലിറ്റി അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ തകർന്നു, അത് മതി. പക്ഷെ അതിലൊരു വേറൊരു നെഗറ്റീവ് എഫക്റ്റ് എന്നാണ്, ലോകത്ത് ഓൾറെഡി ഇത് പറഞ്ഞ് 2ാമത്തെ ദിവസം ബൈഡൻ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അങ്ങനെ ചെയ്യാം എന്നാണ് ബൈഡന് മനസ്സിലായി, പിന്നെ പറഞ്ഞില്ല ബൈഡൻ. ഇത് 2 ദിവസം മുമ്പ് ഉണ്ടായത് ഇൻസിഡന്റ്, പ്രസിനെ മീറ്റ് ചെയ്തപ്പോൾ ഇറ്റ് ക്യാൻ ബി ഡൺ ബട്ട് നിർത്തിയാണ് ആൾക്കറിയാം. പക്ഷെ ആ പറച്ചൽ തന്നെ $5 കൂടി ബ്രെന്റ് ക്രൂഡൊക്കെ ഓയിൽ കൂടി, ക്രൂഡ് ഓയിൽ കൂടി ഒരു ബാരലിന്. അപ്പൊ തന്നെ നമുക്കറിയാം എന്താ കാരണം. അപ്പൊ ഈ അടിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു $10-20
ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടും. ഇറാൻ ഇപ്പോൾ ആർക്കും സപ്ലൈ ചെയ്യില്ല, എന്നാലും ഉം. ഒരു വേൾഡ് വൈഡ് സപ്ലൈക്ക് ഒരു അടിയാവും അത്. ഇപ്പൊ നമ്മൾ റഷ്യയുടെ കേസിൽ കണ്ടതാണ്. റഷ്യയും യുക്രൈനും കൂടി വാർ തുടങ്ങിയപ്പോൾ US വന്ന് റഷ്യയുടെ നിന്ന് വാങ്ങാൻ പാടില്ലെന്നാണ്. പക്ഷെ നമ്മൾ പോയി വാങ്ങി, ഇപ്പോഴും വാങ്ങുന്നുണ്ട് നമ്മൾ റഷ്യയുടെ കയ്യിൽ. ഉം. നമ്മൾ ഇറാന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ അറിയേണ്ടത്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ എന്തായിരുന്നാലും ഇൻസഫാൻ എന്ന് പറയുന്ന നഗരത്തിലെ ന്യൂക്ലിയർ റിയാക്ടർ സമീപം ഇസ്രായേൽ സ്ഫോടനം നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അത് അവിടെയുള്ള സേന അംഗീകരിച്ചു തരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇറാൻ വലിയ രീതിയിലുള്ള ആണവ പരീക്ഷണം നടത്തി എന്നുള്ള സംശയം ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത് അവിടെ നടന്ന സ്ഫോടനങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആണവായുധ നിർമ്മാണത്തിലാണോ ഇറാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇറാൻ ഒരു തുടക്കക്കാരനായിട്ടുള്ള രാജ്യമായത് കൊണ്ട് തന്നെ അവർക്ക് ഇതുവരെ സ്വന്തം ആയുധമില്ലാത്തത് കൊണ്ടും അവർക്ക് വർഷങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാൻ എടുക്കുമെന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ കണക്ക് കൂട്ടുന്നത്. ഒരു പതിറ്റാണ്ട് വരെ എടുത്തേക്കാമെന്നാണ് ലോകരാജ്യങ്ങൾ കണക്ക് കൂട്ടുന്നത്. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ബറാഖ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ ടെക്നോളജീസ് അവർക്ക് ലഭിക്കാനുള്ള ഒരുപാട് ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആണവ പരീക്ഷണമാണോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ ഇതുമില്ല. എന്തായിരുന്നാലും ഇൻസഫാൻ എന്ന് പറയുന്ന നഗരത്തിൽ ആണവ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. ഇനി ആണവ കേന്ദ്രം തന്നെ തകർത്തിട്ടുണ്ടോ എന്നറിയില്ല. അത് വരുന്ന മണിക്കൂറുകളിൽ ഇസ്രായേല് പറയേണ്ടതാണ് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബ് ചെയ്ത് തകർക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, അത് ബോംബ് ചെയ്ത് തകർക്കാനുള്ള ആ ഒരു വലിയ മെനക്കേട് അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പ്രകൃതിക്കും മനുഷ്യർക്കും വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏത് തരത്തിലാണ് ഇത് നടത്താൻ പോകുന്നത് എന്ന് ഇനി നമുക്ക് കണ്ടു തന്നെ അറിയണം അല്ലേ സാർ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.